ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇനി നമ്മളേവരും ഫുട്ബോൾ ആവേശത്തിലാണ്. ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരികയാണ്. RBIയുടെ ടാർഗറ്റ് ആയിട്ടുള്ള 4% താഴെയായിട്ട് തന്നെ വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനി US വിപണിയിൽ ഇന്ന് ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്. നാസ്ഡാക്കിൽ SPCX എന്ന ടിക്കറ്റിൽ സ്പേസ് എക്സിൻ്റെ IPO ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. $1.75 ട്രില്യൺ മൂല്യനിർണ്ണയത്തോടെ $75 ബില്യൺ സമാഹരിക്കാനാണ് സ്പേസ് എക്സ് ലക്ഷ്യമിടുന്നത്. അതായത് മുൻകാലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2019 സൗദി ആരാംകോ സമാഹരിച്ചത് $29 ബില്യൺ 2014 അലിബാബ സമാഹരിച്ചത് $22 ബില്യൺ മുൻ റെക്കോർഡുകൾ പൂർണ്ണമായും തന്നെ തിരുത്തിക്കൊണ്ടായിരിക്കും ഈ സ്പേസ് എക്സ് ലോഞ്ച് ചെയ്യുന്നത്. അതായത് ഓഹരി വിപണി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു IPO ആയിരിക്കും ഇത്. ഇനി ഇന്നലത്തെ US മാർക്കറ്റുകളിലേക്ക് വരാം. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വാർത്ത ആയതുകൊണ്ടാണ്. കാരണം US മാർക്കറ്റുകളെല്ലാം ഇന്നലെ കുതിച്ചുയർന്നിരുന്നു. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ സ്പേസ് എക്സിൻ്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ടിട്ടാണ്. മറ്റൊന്ന് US പ്രസിഡന്റ് ഇന്നലെ രാവിലെ പറഞ്ഞത് ഇറാനെ സമ്പൂർണ്ണമായിട്ട് ആക്രമിക്കും എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇന്നലെ കുറച്ച് കഴിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മാറി. എപ്പോഴും പറയാറുള്ളത് പോലെ മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം മാറ്റി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച രാത്രി ഇറാനെതിരെ നടത്താനിരുന്ന സൈനിക ആക്രമണങ്ങളും ബോംബ് ആക്രമണങ്ങളും റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു. കൂടാതെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിന്റെ രേഖകൾ ഏകദേശം അന്തിമ ഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ ഒപ്പുവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനെ തുടർന്ന് US മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ചിപ്പ് ടെക് സ്റ്റോക്കുകൾ ഇടിവിലായിരുന്നു. എന്നാൽ ഇന്നലെ ഒരു വൻ കുതിപ്പ് തന്നെയാണ് ടെക് സ്റ്റോക്കുകളിൽ ഉണ്ടായത്. നാസ്ഡാക്ക് 2.54% ഉയർന്നു. ഡൗ ജോൺസ് 1.86% നേട്ടമുണ്ടാക്കി. S&P 500 1.75% ഉയർന്നു. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 4% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നല്ല ഇടിവിലായിരുന്നു. ഇന്നിപ്പോൾ 8% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ് സമയം. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,360 എന്ന നിലയിൽ 160 പോയിന്റ്സ് ഉയർന്നാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 160 പോയിൻറ്റ്സിൻ്റെയൊക്കെ തന്നെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻഡെപ്തിൽ ഇന്ത്യൻ വിപണിയിലേക്ക് വരാം. ഒമാൻ തീരത്തിന് സമീപം കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഇന്ത്യൻ ജീവനക്കാരുള്ള 3 വ്യാപാര കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന ആക്രമണം നടത്തിയതായി സർക്കാർ അറിയിച്ചു. ഈ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയോട് ഇന്ത്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു വാർത്തയിലേക്ക് വരാം. ഷുഗർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണിത്. കേന്ദ്ര സർക്കാർ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തുകയുണ്ടായി. കൂടുതൽ എത്തനോൾ കലർത്തിയ പെട്രോളിന് ഇനി എക്സൈസ് തീരുവ, അതായത് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി എന്നുള്ള വാർത്തയാണ്. ഇതോടെ ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചെലവ് കുറഞ്ഞതാകും. 22% മുതൽ 30% വരെ എത്തനോൾ കലർത്തിയ പെട്രോൾ E22, E25, E27, E30 ഇനി എക്സൈസ് തീരുവയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കും. നമ്മൾ പറഞ്ഞതുപോലെ പഞ്ചസാര, എത്തനോൾ, ബയോഫ്യൂവൽ മേഖലയിലെ കമ്പനികൾക്ക് ഇത് ദീർഘകാലത്തേക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ചില കമ്പനികൾ ബൽറാംപൂർ ചിനി മിൽസ്, ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഡാൽമിയ ഭാരത് ഷുഗർ, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, ഡാംപൂർ ഷുഗർ മിൽസ്, ശ്രീ രേണുക ഷുഗേഴ്സ് തുടങ്ങിയവയൊക്കെയാണ്. അടുത്തതായി ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഫിച്ച് ഫിനാൻഷ്യൽ ഇയർ 2027 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.4% ആയിരിക്കും എന്നാണ് ഇന്നലെ പ്രവചിച്ചിരുന്നത്. ഇന്നിതാ ലോകബാങ്ക് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.6% ഉയർത്തിയിരിക്കുന്നു. ലോകബാങ്കിന്റെ അഭിപ്രായത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ ആഭ്യന്തര വിപണി ശക്തമായി തന്നെ തുടരുന്നത് വളരെ പ്രതീക്ഷ നൽകുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രവചിച്ച 6.5% നിന്ന് 6.6% ലോകബാങ്ക് സാമ്പത്തിക വളർച്ച ഫിനാൻഷ്യൽ ഇയർ 2027 ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉടൻ ഒരു കരാർ ഒപ്പിടും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതോടെ ഓയിൽ പ്രൈസുകൾ 2 മാസത്തെ താഴ്ന്ന നിലയിലായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. 1% ഇടിവിൽ
$90 താഴെയായിട്ട് $89 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് സ്വർണ്ണവില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്നലെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,06,800 എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. സ്പോട്ട് ഗോൾഡിൽ നല്ല ഒരു നേട്ടമാണ് കാണുന്നത്. 2.5% നേട്ടത്തിൽ 4,213 പെർ ഔൺസ് എന്ന രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിൻ $63,400 2.5% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി FIS ഇന്നലെ 1,987 കോടി രൂപയ്ക്ക് മാത്രമാണ് സെല്ല് ചെയ്തത്. അവരുടെ സെല്ലിംഗ് വലിയ രീതിയിൽ തന്നെ കുറയുന്നു എന്നുള്ള സൂചനകൾ നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്. ഇന്നും അവരുടെ സെല്ലിംഗ് കുറയുന്നുണ്ട്. അതെല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. DISന്റെ സെല്ലിംഗ് ഇരട്ടിയായിരുന്നു. 4,225 കോടി രൂപയ്ക്കാണ് അവർ ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1% നേട്ടത്തിലും വിപ്രോ 2.38% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 2.5% ഉയർന്നപ്പോൾ ICICI ബാങ്കും 2.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.5% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കണ്ടൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എല്ലാ ദിവസവും ശ്രമിക്കാറുണ്ട്. പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഡാബർ ഇന്ത്യ എന്ന കമ്പനിയാണ്. കമ്പനിയുടെ സിൽവാസ പ്ലാന്റിൽ US FDA ഡാറ്റ ഇൻ്റഗ്രിറ്റി മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തി. പ്ലാന്റിൽ നിർമ്മിക്കുന്ന മരുന്നുകൾക്ക് ഇമ്പോർട്ട് അലേർട്ട് 6640 പ്രഖ്യാപിച്ചു. നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് കമ്പനിയെ സംബന്ധിച്ച്. അടുത്തത് വേദാന്ത എന്ന കമ്പനിയാണ്. അനുബന്ധ സ്ഥാപനമായിട്ടുള്ള ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, അലുമിനിയം, അയേൺ ആൻഡ് സ്റ്റീൽ യൂണിറ്റുകളുടെ ലിസ്റ്റിംഗ് ജൂൺ 15 നടക്കും. അടുത്ത് SBI ആണ്. സഞ്ജയ് ലോഹിയെ ഡയറക്ടറായി കമ്പനി നിയമിച്ചു. മറ്റൊരു അറിയിപ്പ് കൂടി പറയാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസ് കൂടാതെ ചാർട്ട് റീഡിംഗ്, OI അനാലിസിസ് കൂടാതെ സ്ട്രാറ്റജി ബിൽഡിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. IRCTC എന്ന കമ്പനിയാണ്. രാജനീഷ് നാരായണൻ ഡയറക്ടറായി ചുമതലയേറ്റു. മറ്റൊരു കമ്പനി SBI. സഞ്ജയ് ലോഹിയെ ഡയറക്ടറായി കമ്പനി നിയമിക്കുന്നു. മറ്റൊരു വാർത്തയുള്ളത് ഇൻഫോസിസുമായി ബന്ധപ്പെട്ടതാണ്. CMMI AI മെച്യൂരിറ്റി ഫ്രെയിംവർക്ക് വികസിപ്പിക്കാൻ പങ്കാളിയായി ഇൻഫോസിസിനെ തിരഞ്ഞെടുത്തു. അടുത്തതായി ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന കമ്പനിയാണ്. പുതിയ എജനറ്റിക് AI പ്ലാറ്റ്ഫോം ആയിട്ടുള്ള റെൽ ബിൽഡ് അവതരിപ്പിച്ചു. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. അദാനി എൻ്റർപ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത. അദാനി കോണക്സ് വഴി മാധുവൻറ്റി ബിൽഡ് എസ്റ്റേറ്റ് പൂർണ്ണമായി ഏറ്റെടുത്തു. അടുത്തത് JK പേപ്പറാണ്. വോർക്കാർ പാക്കിങ്ങിലുള്ള ഓഹരി 87.36% കമ്പനി ഉയർത്തി. അടുത്തതായി സാഗ്ലിറ്റി എന്ന കമ്പനിയാണ്. അമേരിക്കൻ ഹെൽത്ത് കെയർ അനലിസ്റ്റ് കമ്പനി കെയർസീഡ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജീസ് ഇന്ത്യ എന്ന കമ്പനി മാത്രമാണ്. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഇതൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നും തന്നെയല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.